അവിടുത്തെ മുഴുവൻ സ്ട്രക്ചർ അവിടുന്ന് മാറ്റി. ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉള്ള ഒരാൾക്ക് ഇത്രയും ഫീസ് ഒപ്പിക്കുന്നത് ഒരു ഭയങ്കര വലിയ പ്രശ്നം തന്നെയാണ്. അതിനകത്ത് കംപ്ലീറ്റ് ചെയ്ത് ജോലി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ 100% ദൈവം. ഹലോ ഗായ്സ്, PG's ഹിയർ അഗെയിൻ ടു കൂടുതൽ അഭിനയങ്ങളൊന്നുമില്ല. കാര്യം പറയാനാണ് വന്നത്, വേറൊന്നുമല്ല. ഏകദേശം ഞാൻ ഫ്യൂമിഗേഷൻ അറ്റൻഡ് ചെയ്തിട്ട് ബ്രോ ക്യാമ്പിൽ ഫ്യൂമിഗേഷൻ അറ്റൻഡ് ചെയ്ത് 1 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി ഏപ്രിൽ സമയത്താണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് നേരെ പഠിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ കിട്ടിയില്ല. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, കണ്ടവർക്കറിയാം. അതിനുശേഷം പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് മോശപ്പെട്ട സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോയത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ നേരെ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പാസ്സായതുമില്ല. എന്നിരുന്നാലും ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു 8 മാസം മുന്നേ ഞാൻ കോർ ജാവ എടുത്ത് പഠിച്ച് പാറ്റേൺ, അറേ, ഊപ്സ് ഇതെല്ലാം സെറ്റ് ചെയ്ത് പാസ്സാവാനായിട്ടുള്ള ഒരു ഫ്യൂമിഗേഷൻ അറ്റൻഡ് ചെയ്ത് പാസ്സാവാനായിട്ടുള്ളൊരു സാധനം ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഡിസംബർ സമയത്താണ് ഞാൻ പോയി ജോയിൻ ചെയ്യാൻ പോയത്. ഡിസംബർ, ജനുവരി ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ മുഴുവൻ സ്ട്രക്ചർ എടുത്ത് മാറ്റി. എൻ്റെ അമ്പോ, ആകെ 3G ആയി. 1.25 കിടന്ന ഫീസ് നേരെ 3.25. എൻ്റെ ദൈവമേ, 3.25 ലക്ഷം രൂപ ഇതെങ്ങനെ അഫോർഡ് ചെയ്യും? എങ്ങനെ ആകെ ഡൗൺ ആയി. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉള്ള ഒരാൾക്ക് ഇത്രയും ഫീസ് ഒപ്പിക്കുന്നത് ഒരു ഭയങ്കര വലിയ പ്രശ്നം തന്നെയാണ്. അതെനിക്ക് കുറേയധികം മെസ്സേജ് ഇൻസ്റ്റാഗ്രാം വഴി വരുന്നുണ്ടായിരുന്നു. മുന്നത്തെ സ്ട്രക്ചർ മുഴുവനും മാറ്റി. ഫീസ് മാത്രമല്ല, PAP ഇല്ല, പേ ആഫ്റ്റർ പ്ലേസ്മെൻ്റ് ഇല്ല, ISA ഇല്ല, ഇൻകം ഷെയറിങ് എഗ്രിമെൻ്റ് ഇല്ല. പിന്നെ 7 മാസത്തെ കോഴ്സല്ല, 1 വർഷത്തെ കോഴ്സാണ്. അതായത് 52 വീക്ക്. മുന്നത്തെ 7 മാസം എന്ന് പറഞ്ഞത് 28 വീക്കാണ്. ഇപ്പോൾ 52 വീക്ക്, 1 വർഷം. പിന്നെ ഇതിലെനിക്ക് നല്ല കാര്യമായിട്ട് തോന്നിയത് ടെർമിനേഷൻ ഇല്ല. മുന്നത്തെ സ്ട്രക്ചർ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ ടെർമിനേഷൻ ഇല്ല. മുന്നത്തിൽ ടെർമിനേഷൻ ഉണ്ടായിരുന്നു. 7 മാസം എന്നുള്ളത് 28 വീക്ക് എന്നുള്ളതിൽ ഒരു അഡീഷണൽ 12 വീക്കും കൂടി തരും. അതായത് ഒരു 3 മാസം അടുപ്പിച്ചും കൂടി കിട്ടും. അതായത് ഈ 7 മാസം, അതായത് 28 വീക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 12 വീക്ക് അഡീഷനും കൂടി തരും. അതിലും പാസ്സായില്ല എന്നുണ്ടെങ്കിൽ മാത്രം, അങ്ങനെയുള്ളവരെ മാത്രമേ ടെർമിനേറ്റ് ചെയ്യുള്ളൂ. ഈ സ്ട്രക്ചറിൽ 52 വീക്ക് എന്നുള്ള സ്ട്രക്ചറിൽ ടെർമിനേഷൻ ഇല്ല. അത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ 1 വർഷത്തെ കോഴ്സിൽ ഒരു 1/2 വർഷം കൂടി തരും. 1.5 വർഷത്തെ കോഴ്സാണ്. 1.5 വർഷത്തിനകത്ത് കംപ്ലീറ്റ് ആക്കി, ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കി 52 വീക്ക് കംപ്ലീറ്റ് ആക്കി ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 100% റീഫണ്ട്. അത് അവർ ഗ്യാരണ്ടി പറയുന്ന സാധനമാണ്. ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തെ കോഴ്സാണ് 52 വീക്ക്. മുന്നത്തെ സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 വീക്ക്, 7 മാസം. അതിൽ ടെർമിനേഷൻ ഉണ്ടായിരുന്നു, ഇതിൽ ടെർമിനേഷൻ ഇല്ല. 1 വർഷത്തെ കോഴ്സിൽ ടെർമിനേഷൻ ഇല്ല. അത് നല്ലൊരു കാര്യമാണ്, അത് ഓക്കെയാണ്. പക്ഷേ ഫീസ് ഇത്രയും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല? എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് മെസ്സേജ് അയച്ചവർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. മുൻപത്തെ ടെർമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 28 വീക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, 7 മാസം. 28 വീക്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഒരു 12 വീക്കും കൂടി തരുമായിരുന്നു. അതിനകത്ത് കംപ്ലീറ്റ് ആക്കണം. ഒരു കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ടെർമിനേറ്റ് ചെയ്യും. കുറേ കണ്ടീഷൻസ് ഉണ്ട്, എന്നിട്ട് അവർ ടെർമിനേറ്റ് ചെയ്യുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 52 വീക്ക് കംപ്ലീറ്റ് ചെയ്യണം. അഡീഷണൽ ഒരു 6 മാസം കൂടി തരും. അതായത് ഒരു 24 വീക്കും കൂടി തരും. അതിനകത്ത് കംപ്ലീറ്റ് ചെയ്ത് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 100% റീഫണ്ട്. അത് അവർ പറയുന്ന കാര്യമാണ്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പറ്റാത്തത് ഇത്രയും ഫീസ്, 1.25 3.25 ഫീസ്, 3.25 ലക്ഷം. ബാക്കി പറയുന്നത് റെൻറ്റ്, പിന്നെ നമ്മുടെ ഹോസ്റ്റലോ പേയിങ് ഗസ്റ്റ് ആയിട്ടുള്ള ഫീസ്. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്ത് കണക്കായിട്ട് നോക്കാം. പിന്നെ ഈ 1.5 വർഷം എന്നുള്ളത് ഇപ്പോൾ തീർക്കാൻ പറ്റും, എങ്ങനെ തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത് അപ്പോൾ അറിയാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ പറയാനുള്ളത് ഫ്യൂമിഗേഷൻ എന്ന സാധനമില്ല. ഫ്യൂമിഗേഷൻ മാറ്റി അത് ഫൗണ്ടേഷൻ കോഴ്സാക്കി. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് പാറ്റേൺ, അറേ, ഊപ്സ് ഇത് തന്നെയാണ്. ഇത് ഓരോ വീക്കായിട്ട് നമ്മൾ പഠിക്കണം. അതായത് 1 വീക്ക് പാറ്റേൺ, 1 വീക്ക് അറേ, 1 വീക്ക് ഊപ്സ്, പിന്നെ 3 കൂടി ചേർത്ത് 1 വീക്ക്. അങ്ങനെ 4 വീക്കായിട്ട് ഫൗണ്ടേഷൻ കോഴ്സിനകത്ത്, ഫ്യൂമിഗേഷൻ ഇല്ല, ഫൗണ്ടേഷൻ കോഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. ഇത്രയൊക്കെയാണ് അവർ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത്. പിന്നെ ബ്രോ ക്യാമ്പിൽ പഠിച്ചിറങ്ങുമ്പോൾ ഒരാളുടെ കയ്യിൽ എത്രയാവും, എത്ര ഫീസാവും എന്നുള്ളൊരു ഉദ്ദേശ കണക്ക് നമുക്ക് നോക്കാം. ഫീസ് എന്ന് പറയുമ്പോൾ 3.27 സംതിങ് ആവും. 3,27,000. പിന്നെ ഒരു 48 അവർക്ക് റെൻറ്റ് 4,000 വെച്ച് 12 മാസം. അത് ഒറ്റ ടൈം സെറ്റിൽമെൻറ്റ് അടയ്ക്കണം. അതായത് ഒരു 4,25,000 രൂപ ഒറ്റ ടൈം സെറ്റിൽമെൻറ്റ് അടയ്ക്കണം. പിന്നെ നോക്കേണ്ടത് ഹോസ്റ്റൽ അല്ലെങ്കിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് വിത്ത് ഫുഡ് എവിടെയെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു
7,000 8,000 രൂപ കൂട്ടുക. 7,000 കൂട്ടുക. 7,000 വെച്ച് ഒരു 12 മാസം എന്ന് പറയുമ്പോൾ ഒരു 84,000 രൂപ അന്ന് ഫൈനാവും. അപ്പോൾ ഫീസ് 4,25, അതായത് 4,77 48 6,25 പിന്നെ പ്ലസ് 84, ഏകദേശം ഒരു 5,09,000 രൂപ കയ്യിൽ വേണം പഠിക്കാനായിട്ട്. അത്രയെങ്കിലും മിനിമം കയ്യിൽ വേണം. അത്രയും ഉള്ളവരെ പഠിക്കാൻ പോകാവൂ. പിന്നെ മാക്സിമം എഫേർട്ട് എടുക്കണം, എന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞത് 1 ഇയറിനകത്ത് തീർത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത്രയും ഫീസ് ആവും. അതിൽ കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ ഫീസ് അല്ല, ഇവിടുത്തെ റെൻ്റാവും, അതുപോലെ തന്നെ പി ഗസ്റ്റ് ആയിട്ട് ഹോസ്റ്റലിലോ എവിടെയാണ് നിൽക്കുന്നുള്ളത് അവിടുത്തെ റെൻറ്റും ആവും. 3 ടൈം സെറ്റിൽമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ 3 മാസത്തിനകത്ത് തന്നെ നമ്മൾ അടച്ചു തീർക്കണം. ആദ്യത്തെ മാസം എന്ന് പറയുമ്പോൾ ഒരു 1,88, പിന്നെ വരുന്നത് ഒരു 1,18, പിന്നെയും ഒരു 1,18. ഇത് ഓരോ മാസം തോറും അടയ്ക്കുക. അപ്പോൾ വരുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞത് 4,24,000 രൂപ. പിന്നെ മന്ത്ലി റെൻ്റ് എന്ന് പറയുമ്പോൾ ഒരുമിച്ച് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ 48,000 രൂപ അടയ്ക്കുക. മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ 5,000 വെച്ച്. ഒറ്റ ടൈം ആണെങ്കിൽ 4,000 വെച്ച് 12 മാസം 48, മാസം അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 5,000 വെച്ച് 12 മാസം 60. ഹോസ്റ്റലിൽ അല്ലെങ്കിൽ പി ജിയിലെ ഫീസ് ഒരു 7,000 8,000 ഒരു 84,000 കൂട്ടും. അതായത് ഫീസ് അടയ്ക്കേണ്ടത് 3 വർഷത്തിന് ഫീസ് അടയ്ക്കേണ്ടത് 4,25,000 60 സ്പേസ് ഉള്ള പഠിക്കുന്ന സ്പേസ് റെൻറ്റ് 60, പിന്നെ 84,000 അവിടുത്തെ പെയിങ് ഗസ്റ്റായിട്ട് ഹോസ്റ്റലായിട്ടുള്ള ഫീസ്. അപ്പോൾ ഇത്രയും ഫീസ് കൂട്ടി വരുമ്പോൾ ഏകദേശം ഒരു 5,68,000 3 മാസത്തിനകത്ത് ഒരു ഹ്യൂജ് എമൗണ്ട് ഫീസും ബാക്കി മന്ത്ലി അടയ്ക്കേണ്ട ഫീസുമാണ് ഈ പറഞ്ഞത്. ഒരു 5,68,000 ഒരു ഉദ്ദേശ കണക്ക്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 1 വർഷത്തെ കോഴ്സ് 1.5 വർഷം വരെ തരും. 1.5 വർഷത്തിനകത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 100% റീഫണ്ട്. പിന്നെ നിർത്തി പോകാൻ പറ്റില്ല, പഠിച്ചാലേ പറ്റൂ. പിന്നെ ഈ 6 മാസത്തെ വീണ്ടും അഡീഷണൽ വരുമ്പോൾ നമുക്ക് അവിടുത്തെ റെൻ്റാകും. അവിടെ പഠിക്കുന്ന റെൻ്റാകും 4,000 വെച്ച് അല്ലെങ്കിൽ 5,000 വെച്ച് ഒരു 6 മാസത്തേക്കുള്ള നോക്കണം. പിന്നെ അതുപോലെ തന്നെ പി ജി അല്ലെങ്കിൽ ഹോസ്റ്റലിൽ മറ്റേ ഒരു 7,000 വെച്ച് വീണ്ടും ഒരു 6 മാസത്തെ ഒരു എസ്റ്റിമേറ്റ് കാർഡ് ഒരു 24,000 പിന്നെ ഒരു 42,000 6 മാസത്തെ. അപ്പോൾ ഒരു 66 രൂപയാവും. അപ്പം നേതൃത്വത്തിൽ നിന്ന് നേരത്തെ 1 വർഷത്തെ കോഴ്സാണ് പറഞ്ഞത്, എന്തായാലും 1 വർഷത്തിലേക്ക് വരാം, 1.5 വർഷം പഠിപ്പിച്ച് നിൽക്കുക, പഠിപ്പിച്ച് പഠിക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം ഒരു 24,000 ഒരു 42,000 ഒരു 66 നേരത്തെ പറഞ്ഞ ഫീസിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്യണം. അതായത് 1 ടൈം സെറ്റിൽമെൻറ്റ് കൂടെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ 5,09,000 ഇതിൻ്റെ കൂടെ ഒരു 66 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഒരു 5,75,000 രൂപ. 2,09,000 കൂടെ 66,000 രൂപ കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു 5,75,000 രൂപ 1 ടൈം സെറ്റിൽമെൻറ്റ് കൂടെ. 3 ടൈം സെറ്റിൽമെൻറ്റ് കൂടെ ആണെങ്കിൽ 5,68,000 പ്ലസ് 66,000, അതായത് 6,34,000 രൂപ 3 ടൈം സെറ്റിൽമെൻറ്റ് കൂടെ ആവും. ഇത്രയും പറഞ്ഞത് ഒരു ഉദ്ദേശ കണക്കാണ്. ഇത്രയൊക്കെ ആവും, ഇത്രയൊക്കെ ആവാം എന്നുള്ളതാണ് ഒരു ഉദ്ദേശ കണക്ക് മാത്രം. പിന്നെ ഹോസ്റ്റൽ അല്ലെങ്കിൽ പി ജിയുടെ റെൻറ്റ് കട്ട് ചെയ്യും. ഇൻ കേസ് നമ്മൾ വീട്ടിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചിലവ് മാത്രമേ ആവുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താണ് പെട്രോൾ ചിലവോ നമുക്ക് ബസ് കൂലിയോ ഇത്രയൊക്കെ ആവുന്നുള്ളൂ. ഒരു 3,000-4,000 രൂപ അത് എന്തായാലും ആവും. അതിൻ്റെ കണക്ക് അതനുസരിച്ച് നോക്കിയാൽ മതി മാസം എത്ര വേണമെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ മാസം ഒരു ചായ കുടിക്കുന്ന ഒരു ദിവസം ഒരു ചായ കുടിക്കുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ചായ കടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടെങ്കിലോ ഒരു മാസം ഒരു 1,000 1,500 1,000 രൂപ കൂട്ടാം. അതും എങ്ങനെ പോയാലും ഒരു മാസം വേണ്ടി വരും. അപ്പോൾ ഒരു വർഷം അതിൻ്റെ കണക്ക് എത്രയെന്ന് വെച്ചാൽ അത് കൂട്ടുക. ഇത്രയും ചിലവേ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുള്ളൂ. അവർ പറഞ്ഞത് വെച്ചിട്ട് ഇത്രയും ചിലവൊക്കെ ആവാം, ഒരു ഉദ്ദേശ കണക്ക് ഇത്രയൊക്കെ ആവാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കണക്ക് വെച്ചിട്ട് ഏകദേശം ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു 6-6.5 ലക്ഷം രൂപ എന്തായാലും ആവും, ഉറപ്പ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ എന്തായാലും ആവും. പൈസ ഉള്ളവനെ പഠിക്കാൻ പറ്റൂ എന്നായി. അത് ചില്ലറ പൈസയൊന്നുമില്ല, ലക്ഷങ്ങൾ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും ശരിയോ തെറ്റോ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫണ്ട് എങ്ങനെയാണ് റെഡിയാവുന്നത് അതുപോലെ ഞാൻ റെഡിയാക്കി അവിടെ അടച്ച് ജോയിൻ ചെയ്ത് പഠിക്കാൻ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. പിന്നെ വേറൊരു കാര്യം, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, എത്തിക്കുക. എനിക്ക് ഇവിടെ ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇത്രയും പൈസക്ക് ആരൊക്കെ അവിടെ ഇപ്പോഴും പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു
കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്നവർ മാക്സിമം പറയുക, മെസ്സേജ് ചെയ്യുക. എങ്കിലേ എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും ജോയിൻ ചെയ്യണം എന്നുള്ള ധൈര്യത്തോടു കൂടിയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ടും 6 മാസം കഴിഞ്ഞു. ഇത്രയും ലേറ്റായിട്ട് ഞാൻ ഇതിൽ പുറകെ നിൽക്കുന്നത് കൊണ്ടാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എനിക്ക് ജോയിൻ ചെയ്തവരിൽ നിന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന രീതിക്ക് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.